ഞാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ. നോക്കാം നമുക്ക്. പിന്നെ ആകെ ഒരു സിപ്പപ്പ് ഇതിൽ ഒഴിച്ചു വന്നിട്ട് മതി മതി മതി. എനിക്കിഷ്ടം എനിക്ക് എന്തൊക്കെയാണെന്ന് ഇഷ്ടം. അമ്മേന്റെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചെടുക്കണത് ഉമ്മക്കണം. എന്റെ ഫേവറേറ്റ് സിനിമയൊക്കെ കാണാനൊക്കെ എന്റെ ഇഷ്ടം. എനിക്കിഷ്ടം എന്താണെന്നറിയോ? അമ്മക്ക് ഈ പൊട്ട മൊബൈല് യൂസ് ചെയ്യാനല്ലേ ഇഷ്ടം. അപ്പൊ നീ ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞ അമ്മയുടെ ഫേവറേറ്റ് സിനിമ കാണാനൊക്കെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞത്. ഓ പിന്നെ അതൊരു കാര്യം പറഞ്ഞിട്ടല്ല കേട്ടാ. അമ്മ കൊറേ കാര്യം നോക്കി. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, വാട്സപ്പ് എല്ലാം. ഞാനൊരു കാര്യം പറയട്ടെ. തനിക്ക് പഠിക്കാനുള്ളത് ഞാൻ പഠിപ്പിച്ചു തന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? താൻ പഠിക്കണം നോക്കി ഇങ്ങനെ ഇരിക്കണം. എനിക്ക് ബോറടിക്കൂലേ? എന്നെ പഠിപ്പിക്കണം. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ അമ്മ എങ്ങനെയായിരുന്നു എന്നറിയാമോ? എന്നെ പഠിപ്പിച്ചേ തരില്ലായിരുന്നു. അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വായിക്കലൊക്കെ തന്നെ ഇരുന്ന് ചോദിച്ചു പോയി ചോദിച്ചു. എന്ത് കാര്യത്തില്? അപ്പൊ എങ്ങനെയായിരുന്നു? എന്റെ അമ്മ എന്നെ അക്ഷരങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയൊക്കെ കാര്യങ്ങൾ ഞാൻ തന്നെ വള്ളി ഇടുമ്പോ കീയാവും, ഊകാരം ഇടുമ്പോ കൂവാവും. ഇതൊക്കെ തന്നെത്താനെയാണ് ഞങ്ങളെ ടീച്ചർമാര് പഠിപ്പിച്ചു തരും. ഞങ്ങളത് തന്നെ. അപ്പം മര്യാദക്കൊക്കെ വായിക്കണതൊക്കെ ഇത് എന്ത് പറഞ്ഞാലും ഇങ്ങനെ പറയുള്ളൂ. അല്ലെങ്കിൽ തൻ്റെ അച്ഛനോട് ചോദിച്ചു. തൻ്റെ അച്ഛൻ്റെ അമ്മ വേണമെങ്കിൽ അക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമായിരിക്കും. അല്ലാതെ ഇങ്ങനെ കുത്തിയിരുന്ന് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് ഇത് ഇങ്ങനെയാണ് എഴുതേണ്ടത്, ഇങ്ങനെയാണ് അങ്ങനെയൊന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. തന്നെ ഈ ചെയ്യുന്നത് പോലെ തനിക്ക് അങ്ങനെയാണ്. ഓരോ ക്വസ്റ്റ്യൻ വായിക്കും, എന്നിട്ട് അതിന്റെ ക്വസ്റ്റ്യനും അർത്ഥം മലയാളത്തിൽ പറഞ്ഞു തരും, ആൻസറും മലയാളത്തിൽ പറഞ്ഞു തരും. ഓരോന്ന് ഇങ്ങനെ സ്പൂണിലെടുത്തിട്ട് വായിലേക്ക് ഇങ്ങനെ വെച്ച് തരും. എന്നിട്ട് തനിക്ക് മനസ്സിലാവോ? മനസ്സിലാവൂല. അല്ല മാറ്റണേ. എനിക്ക് പറയാനൊക്കെ പറയട്ടെ.